നമ്മൾ സ്വീകരണം തുടങ്ങുകയാണ്. അപ്പം സ്വീകരിക്കാവുന്ന ആളുകൾ തിരക്കൂട്ടണ്ട. സ്വീകരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി സ്വീകരിക്കുന്നത് പ്രസ് ക്ലബ്ബ് പറവൂരാണ്. പറവൂർ പ്രസ് ക്ലബ്ബ് വളരെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരണം. അടുത്തത് സ്വീകരണത്തിന് വരുന്നവര് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യണം. പത്രക്കാർക്ക് കടന്നു വരാൻ ഏതെങ്കിലും ഗേറ്റ് ഇവിടേക്ക് കടന്നു വരാനുള്ളൊരു വഴി ഒരുക്കണം. ഫ്രണ്ടിലാണ് അവരിയ്ക്കുന്നത്. വിളിക്കുന്നവർ മാത്രം വരിക. പ്രസ് ക്ലബ്ബ് പറവൂര് അവരെ കടത്തി വിടണം. സ്വീകരിക്കാനുള്ളവർ വരുന്നത് സൂക്ഷിക്കണം. ഞങ്ങൾ വിളിക്കുന്നവർ ആദ്യം വരിക. എന്നിട്ട് അതിനൊരു ഓർഡർ ഉണ്ട്. എല്ലാവരും കൂടി കടന്നു വരരുത്. നമുക്കൊരു ഓർഡർ ഉണ്ട്. പ്രസ് ക്ലബ്ബ് പറവൂരും പ്രസ് ക്ലബ്ബ് വരാപ്പുഴയും. പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ സൈഡിൽ കൂടെ പടിഞ്ഞാറേ വശത്ത് കൂടി കടന്നു വരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പ്രസ് ക്ലബ്ബ് ഇതേവരെ എത്തിയിട്ടില്ല. അങ്ങനെ കടന്നു വരരുത്. നിങ്ങൾ കടന്നു വരുന്ന സ്വീകരണത്തിന് ചടങ്ങ് വരാപ്പുഴ പ്രസ് ക്ലബ്ബ്, അത് കഴിഞ്ഞ് റോട്ടറി ക്ലബ്ബ് പറവൂർ, റോട്ടറി ക്ലബ്ബ് NSS നോർത്ത് പറവൂര്, SNDP നോർത്ത് പറവൂര്, CMI സഭയുടെ ഫാദർ ജോബി കോഴിക്കട്ട്, ഫാദർ ആന്റണി, CMI ഫാദേഴ്സിനൊന്ന് വഴി കൊടുക്കണം. അടുത്തത് BJPയുടെ സിന്ധു നാരായണൻകുട്ടി. പറവൂർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷന്റെ അപെക്സ് കൗൺസില് പ്രസിഡന്റ് S രാജൻ, ശ്രീ KV വേണുഗോപാല്, CR ബാബു. ആ വഴി അവിടെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. പോലീസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്വീകരിക്കാനുള്ളവർക്ക് വഴി ഒന്ന് ഒതുക്കി കൊടുക്കേണ്ടതാണ്. ടൗൺ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി അടക്കമുള്ളവര്
അവിടെ നിന്ന് നിയന്ത്രിച്ചാൽ വെറുതെ വെറുതെ കയറി വരികയാണ് നമ്മൾ പറയാത്ത ആൾക്കാർ. ഇതൊക്കെ നമ്മളറിയാത്ത ആൾക്കാരാണ്. ഹോളി ഫാമിലി സിസ്റ്റർ റോസ് ജോസ്, പറവൂർ മാർക്കറ്റ് അസോസിയേഷൻ ശ്രീ കെ ബി മോഹനൻ. സ്വീകരിക്കാനുള്ളൊരു പെട്ടെന്ന് വരികാട്ടാ. വന്നിട്ടില്ല. പറവൂർ പ്രസ് ക്ലബ് ഒന്ന് കടന്നു വരിക. ഈ വഴിയിലൂടെ വിടല്ലേട്ടാ സജി, ഇതിലേക്ക് കയറ്റി വിടല്ലേ. ജമാല് വളരെ പെട്ടെന്ന് ഒരുപാട് പേര് സ്വീകരിക്കാനുണ്ട്. സ്റ്റേജ് ഒന്ന് കാലിയാക്കിയാൽ പെട്ടെന്ന് നന്നായിരിക്കും. സ്റ്റേജുകളൊന്ന് കാലിയാക്കിയാൽ നന്നായിരിക്കും. CMI ഫാദേഴ്സ് വരുന്നുണ്ട്. സ്വീകരിച്ചൊരുന്ന് ഇറങ്ങുക. ഡോൺ ബോസ്കോ ചർച്ച് ഫാദർ പ്രിൻസ് പടമട്ടുമ്മൽ, യാക്കോബായ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊഫസർ രഞ്ജൻ എബ്രാഹാം, ഒന്ന് വഴി ഒതുക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കയറാൻ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിങ്ങനെ എവർഷ്യൻ ഗ്രൂപ്പിന് വേണ്ടി ശ്രീ സജീവ് മാനാടൻ, SD കോൺവെന്റ് കച്ചേരിപ്പടി, ഡോൺ ബോസ്കോ നഴ്സിംഗ് സ്കൂളിന് വേണ്ടി സിസ്റ്റർ പ്രിയ, സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, സെന്റ് ജെർമെയിൻസ് ചർച്ച് വികാരി ഫാദർ ജെറി ഞാളിയത്ത്, ഇന്നർവിൽ ക്ലബ് ഓഫ് മുസരി സിറ്റി പ്രസിഡന്റ് ശ്രീ സന്ധ്യാനിൽ, സ്വീകരിച്ചവരൊന്ന് ഫാസ്റ്റായ നന്നായിരിക്കും. മർച്ചന്റ് അസോസിയേഷന് വേണ്ടി ശ്രീ ജോബ്, സ്കൂളിന്റെ ശിലാഫലകം സ്വീകരണം കഴിഞ്ഞവരെ ഇറങ്ങണം കേട്ടോ. ഇതിലേക്ക് ഒരു മിനിറ്റ്, അത് അവിടെ ഒരു സ്കൂളിന്റെ ഒരു പരിപാടി കയറ്റി ഒരു മിനിറ്റ് അതിലെ കയറ്റി മെട്രോ ക്ലബിന് വേണ്ടിയിട്ടാണ് ശ്രീ ജോബ് മനക്കലും നമ്മുടെ
പ്രിയപ്പെട്ടവരെ, പറവൂർ നഗരത്തിൽ 73 വർഷത്തെ പഴക്കമുള്ള ഒരു വിദ്യാലയത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. സമൂഹം സ്കൂൾ ഇവിടെ പുതിയതായി നിർമ്മാണം ആരംഭിക്കുന്നു. ബാബു, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശ്രീ അലി ആൻഡ് സമദ്, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നോർത്ത് പറവൂർ ഡിസ്ട്രിക്ട് കോർട്ട്, റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മുസിരി സിറ്റി പ്രസിഡന്റ് ശ്രീ സുജ ബാബു, ശ്രീ അനിൽകുമാർ, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിന്റെ ഡോക്ടർ കെ എസ് ശ്രീവത്സൻ, IMA പ്രസിഡന്റ് ശ്രീ ഡോക്ടർ അനിതായൻ, ചവിട്ട് നാടക കളരിയാശൻ ശ്രീ തമ്പി പയ്യപ്പള്ളി, AMI ഡോക്ടർ അശോക് ആൻഡ് ഡോക്ടർ ബിനോബ, ലെൻസ്ഫെഡ് ശ്രീ ജിതിൻ ആൻഡ് സുധാകൃഷ്ണൻ, കേരള കോൺഗ്രസിന് വേണ്ടി ശ്രീ ടോബി മാമ്പിള്ളി, മാധ്യമത്തിന് വേണ്ടി ഒരു മാറ്റത്തിനായി കേരളം കാത്തിരുന്ന നേരം, വേറിട്ട ശബ്ദത്തിനും വേഗതയേറിയ ചലനങ്ങൾക്കും സുതാര്യമായ പ്രവൃത്തികൾക്കുമായി കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന സമയം. ഓരോ കാലവും അതർഹിക്കുന്ന നേതാക്കന്മാർ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഓരോ സംഭവങ്ങളിലും സന്ദർഭങ്ങളിലും ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുന്നത്, ഉത്തരങ്ങളാകുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ജനം കാവലായതും കരുത്തായതും കാലം കരുതി വെച്ചിരുന്ന അതിമനോഹരമായ പുഞ്ചിരി, അക്ഷരങ്ങളിലും വാക്കുകളിലും വാചകങ്ങളിലും ഒതുങ്ങാത്ത വിശേഷണങ്ങളുമായി നമുക്ക് വേണ്ടി നമ്മളായി തിരഞ്ഞെടുത്ത നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ, നമ്മുടെ സ്വന്തം VD സതീശൻ, ഏറെ അഭിമാനത്തോടെ നിറഞ്ഞ ഈ ചടങ്ങ് ധന്യമാക്കാനും മനോഹരമാക്കാനും എത്തിച്ചേർന്ന ശ്രീ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ, പ്രിയങ്കരനായ ശ്രീ മോഹൻലാൽ, പ്രിയപ്പെട്ട അംബ്രോസ് പിതാവ്, പ്രിയങ്കരനായ ശ്രീ ദലബാലൻ, എന്നും പറവൂരിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം എപ്പോഴും മുൻപന്തിയിൽ നിന്നിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ എസ് ശർമ്മ, ശ്രീ സലീം കുമാർ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമ്പോൾ എല്ലാ കാലത്തും 4 നൂറ്റാണ്ട് കാലമായി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൊച്ചനുജന്മാർ ശ്രീ ഹൈബി ഈലൻ, ശ്രീ മുഹമ്മദ് ഷിയാൻ, പ്രിയപ്പെട്ട കുറുപ്പടക്കം ശ്രീമതി സിന്ധു നാരായണൻകുട്ടി അടക്കമുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പ്രാർത്ഥനയുടെ തേരിലേറിയാണ് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. രാഷ്ട്രീയം മറന്ന്, ജാതിമത പരിഗണനകൾ മറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വഴിപാടുകൾ നേടുന്ന, പള്ളികളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളികളായ പതിനായിരങ്ങൾ, ഒരുപക്ഷെ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും ഞാൻ ഈ സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാനഭാരത്താൽ തല കുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തല കുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. കേരളത്തിൽ ബഹുമാനായ ശ്രീ മോഹൻലാൽ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓരോ വരികളും ശ്രദ്ധിക്കുകയാണ്. അത് കേരളത്തിലെ മലയാളികളുടെ മുഴുവൻ പ്രതീകമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊരു സ്വപ്നമാണ്. അത് കേരളത്തെ കുറിച്ചുള്ള സ്വപ്നമാണ്.
ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ അർപ്പണബോധത്തിന്റെ മണിക്കൂറുകളും നിമിഷങ്ങളുമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിന്റെ പത്രാസിന്റെ പുറകെ പോകില്ല. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമ്മുടെ ഈ മനോഹരമായ അറബിക്കടൽ, ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നീക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ഒരു വരിയുണ്ട്, ഞാൻ പണ്ട് അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടങ്ങൾ നികുതി പിരിക്കുന്നത് പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആയിരിക്കണം. പൂ അറിയണം, പൂ പോലും അറിയാതെ, ജനങ്ങളെ ദ്രോഹിക്കാതെ, ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായ മന്ത്രാലയം ഇന്ത്യയിൽ ആദ്യമായി ചെയ്യുന്നതാണ്. ഒരു സമൂഹം എങ്ങനെയാണ് പരിഷ്കൃതമാണ് എന്ന് കരുതുന്നത്, ആ സമൂഹം അതിലെ മുതിർന്നവരെ എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും പരിഷ്കൃത സമൂഹമാക്കി മുതിർന്നവരെ ആദരിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, കുഞ്ഞുങ്ങളെ പോലെ ശ്രദ്ധിക്കുന്നവരാಗಿ ഞങ്ങൾ മാറ്റി. ഒരു സംശയവും വേണ്ട. വരാനിരിക്കുന്ന തലമുറകൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന, സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കേരളം നമുക്കുണ്ടാക്കണം. ഒറ്റയ്ക്ക് കഴിയില്ല ഒന്നിനും. നമുക്ക് ടീമാവണം, ഒരു ടീം ബിൽഡ് ചെയ്യണം. കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു കേരളമുണ്ട്. ജാതിമത ചിന്തകളില്ലാതെ എല്ലാവരും സാഹോദര്യത്തോടു കൂടി നിൽക്കുന്ന കേരളം. ഈ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, എൻ്റെ കേരളം, നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഈ യാത്രയിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി കണ്ണിമ ചിമ്മാതെ എന്നോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം എനിക്ക് കോരി തന്നിട്ടുള്ള വാരിക്കോരി തന്നിട്ടുള്ള ജനതയാണ് നിങ്ങൾ. ആ നിങ്ങൾ, ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളെയാണ്, നിങ്ങളെ മാത്രമാണ് എന്ന് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് ഈ നാടിനെയും നിങ്ങളെയും മറക്കില്ല, മറക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒന്നാക്കി മാറ്റിയ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷൻ നോർത്ത് പറവൂര് സെക്രട്ടറി റാഫേൽ കെഒ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ,
അമൃതേശ്വരി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ രാജേഷ്, ബോണി പുത്തൂര്, ക്രിസ്യ കാതറിൻ ബോണി, HDFC ബാങ്ക് റെപ്രസെന്റേറ്റീവ് ഡെപ്യൂട്ടി മാനേജർ ശ്രീ അമൽ സതീഷ്, സംഘടനാ കാര്യദർശി ഹൈദരാബാദ് ഏകീകരണ യോഗം വള്ളുവള്ളി രാജഗോപാൽ, എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് സൊസൈറ്റി ലിമിറ്റഡ് സ്റ്റേറ്റ് സെക്രട്ടറി KM ജോർജ്, കുളപ്പള്ളി ലീല, ധീവരസഭ പറവൂർ താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് VR സുനിൽകുമാർ, റയാൻ ഇന്റർനാഷണൽ സ്കൂൾ അല്ലമീൻ ബിൻ ഷാജഹാൻ ഇന്റർനാഷണൽ സ്കൂൾ ഡെപ്യൂട്ടി സ്പീക്കർ അലിഷാൻ മുഹമ്മദ് ഷാജഹാൻ, VG സോമൻപിള്ള, സാധു പ്രഭാ സമാജം കുണ്ടേക്കാവ് ഏഴിക്കര സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ്, ശ്രീലക്ഷ്മി ഫിസാസ് എഞ്ചിനീയറിംഗ് കോളേജ് ജാൻവി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, നാദിർ ഷാ, അയ്യമ്പള്ളി സർക്കാർ ആശുപത്രി ജനകീയ സംരക്ഷണ സമിതി, റിട്ടയർഡ് HM സമൂഹ സ്കൂൾ, PN വസന്തലക്ഷ്മി, ഗുരുവിലാസം റോഡ് അസോസിയേഷൻ പ്രസിഡന്റ് രക്തൻ PK, കോട്ടുപള്ളി ക്ഷീരസംഘം പ്രസിഡന്റ് PK മോഹൻകുമാർ, മഞ്ജു PU പടിക്കൽ വീട് ക്ലാമംഗലം, SNB സംസ്കൃത സ്കൂൾ HSS നന്ദ്യാട്ടുന്നം, അബ്ദുൾ റഹ്മാൻ പെരുമ്പടുന്ന, അഭയാലയം NO സെബാസ്റ്റ്യൻ, തങ്കരാജ് കോസ്റ്റൽ വാർഡൻ അഴീക്കോട്, സെയ്ദ് മുഹമ്മദ് VA റിട്ടയർഡ് ഫാക്ട്, മജീഷ്യൻ വൈദ്യർ ഷാ, ശാന്ത ബാലൻ, റീത്ത ആന്റണി, നിഖിൽ സതീശൻ, പ്രസിഡന്റ് KSTPA പറവൂര് തരുൺകുമാർ, അഖില ഭാരതീയ നാരായണീയ പ്രചാരണ സഭ ഗിരിജാദേവി, രതീഷ് OB ഓർമ്മന്തുരുത്ത്, വിനോദ് ചെറായി, കേരള പത്മശാലിയ വനിതാ സമാജം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അരുണ സജീവ്, CAD വിദ്യാധരൻ, ജെസി ജോൺസൺ പുത്തനങ്ങാടി കോട്ടുവള്ളി, ബേക്കേഴ്സ് അസോസിയേഷൻ കേരള യൂണിറ്റ് പറവൂർ അസോസിയേഷൻ, കൺസ്യൂമർ ഫണ്ട് എംപ്ലോയീസ് കോൺഗ്രസ് INTC സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി കൺസ്യൂമർ ഫണ്ട് മാനേജർ മോഹനൻ S കുന്നത് പട്ടണം, ശ്രീലക്ഷ്മി മാത്തേപ്പറമ്പൻ, വടക്കേക്കര ഷീബ ശ്യാം, NGO അസോസിയേഷൻ പ്രസിഡന്റ് ടോം റെക്സ്, ജസ്ന K അംഗനവാടി വർക്കർ, പ്രീതി SNV സ്കൂൾ പ്രിൻസിപ്പൽ, മദൻകുമാർ അന്യോന്യം റെസിഡൻസ് അസോസിയേഷൻ, പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ശ്രീ PR രവി, അംഗനവാടി പെൻഷൻസ് അവരുടെ ആദരവ്, നവനീത് വേണുഗോപാൽ, ആതിര സിദ്ദിഖ്, HDPI സ്കൂൾ സെക്രട്ടറി ശ്രീ സംബി, ശ്രീ വിനോദ് ഡിവൈൻ, ബാലചന്ദ്രൻ, ശ്രീമതി രമ, അൻഷാദ് ആലുവ, ബിനു കാവുങ്കൽ KCF സംസ്ഥാന പ്രസിഡന്റ്, അന്ന ശുചിത്വ മിഷൻ, പ്രിൻസൺ തോമസ് KSF ജില്ലാ സെക്രട്ടറി, സിയാദ് KCF ജില്ലാ ട്രഷറർ, ശ്രീ പ്രൈജു KCF പറവൂർ താലൂക്ക് പ്രസിഡന്റ്, അജ്മൽ ഖാൻ KCF താലൂക്ക് സെക്രട്ടറി, പഞ്ചാബ് നാഷണൽ മാനേജർ ലാലു പരിവാർ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, ഇന്ദു പരിവാർ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ മനോജ് കുമാർ, ശ്രീ ബാലൻ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ എറണാകുളം ജില്ലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കള്ളിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി ENS നാരായണ ഗുരുക്കൾ നെറ്റൂര്, ശ്രീ KA ഇസ്മയിൽ, ശ്രീ KA സാദിഖ് സീനത്ത്, ശ്രീ ജിജി KA ബീസ്മാർട്ട്, ആലിസ് മുകുന്ദൻ, ഇതൊക്കെ പാർട്ടിക്കാരാണ്.
ദിവ്യ TP സ്റ്റാഫ് അസോസിയേഷൻ ഓഫീസർ, ഡിസ്ട്രിക്ട് വോളിബോൾ അസോസിയേഷൻ, SNV HSS പ്രിൻസിപ്പൽ പ്രീതി MS, ദിയാൽ സെൽവരാജ്, ബേക്കറി അസോസിയേഷൻ വേണ്ടി ശിവദാസ്, ആദർശ വിദ്യാഭവൻ പറവൂര്, രാധാകൃഷ്ണൻ ഏഴിക്കര. ആശാ വർക്കേഴ്സിന് വേണ്ടി ആശാ വർക്കേഴ്സ് യൂണിയൻ സ്റ്റേജിലേക്ക് പെട്ടെന്ന് കടന്നു വരണം. ആശാ വർക്കേഴ്സ് യൂണിയൻ. സ്വീകരിച്ചവര് സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോകേണ്ടതാണ്. സ്വീകരിച്ചവര് സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോകേണ്ടതാണ്. ജൂഡ് വരാപ്പുഴ. സ്വീകരണ പരിപാടി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. സ്പീഡാക്കണം. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ സാറിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. ഒന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സ്വീകരിക്കാനുള്ളവരെ ഒന്ന് കടത്തിവിട്ടാൽ നന്നായിരിക്കും. സ്പീഡാവണം. മുഖ്യമന്ത്രിക്ക് പോകേണ്ടതുണ്ട്. നിങ്ങളുടെ സഹകരണമാണ്. ഇൻകാസിന് വേണ്ടി ബോബൻ. ഞാൻ എടുക്കേണ്ട കിട്ടണ്ടേ ചെയ്യാൻ. സ്റ്റേജ് ഒന്ന് ഒതുങ്ങി കൊടുക്കണം. ആളുകൾക്ക് കയറി വരാൻ പ്രയാസമുണ്ട്. സ്റ്റേജില് ഒന്ന് ഒതുങ്ങി കൊടുക്കേണ്ടതാണ്. ശ്രീ ബിജോയ് ബാബു. ഫാസ്റ്റ് ആവുക, വളരെ പെട്ടെന്നാവുക.
ശ്രീമതി രമാദേവി ടീച്ചർ. ശ്രീമതി രമാദേവി ടീച്ചർ. സ്വീകരിച്ചവർ പെട്ടെന്നൊന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങി തന്നെ. സ്റ്റേജിൽ നിൽക്കരുത്. സ്റ്റേജിന് വളരെ ഫാസ്റ്റായിട്ട് ഇറങ്ങി പോകേണ്ടതാണ്. സ്റ്റേജിൽ തന്നെ സ്വീകരിച്ചവർ നിൽക്കരുത്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ച് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് സ്റ്റേജിൽ അധികം നിൽക്കരുത്. പിന്നെ വഴി ഒന്ന് ഒതുങ്ങി കൊടുത്താൽ മതി. വഴി ഒതുങ്ങി കൊടുത്താൽ പെട്ടെന്ന് കയറി വരാൻ പറ്റും. സ്റ്റേജിൽ സ്വീകരണം കഴിഞ്ഞവരൊന്ന് ഇറങ്ങണം. സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. സ്വീകരണം കഴിഞ്ഞവരൊന്ന് ഇറങ്ങേണ്ടതാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നിൽക്കേണ്ടതാണ്. ഒരുപാട് പേര് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇറങ്ങേണ്ടതാണ്. സ്വീകരിച്ചവർ സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടതാണ്. വളരെ പെട്ടെന്ന് കടന്നു വരേണ്ടതാണ് ആളുകൾ. ഞാൻ വിളിച്ചു തന്നെ. അതെ, അല്ല, വേറെ ഒന്നിനും വേണ്ടിയല്ല. വെള്ളം വേണോ? സ്വീകരിച്ചവരൊന്ന് പെട്ടെന്നൊന്ന് ഇറങ്ങിപ്പോകേണ്ടതാണ് സ്റ്റേജിൽ നിന്നും.
അവരെ ആൾക്കാർ പോയിക്കോളും. നിങ്ങൾ 3 പേര് വന്ന് ബ്ലോക്ക് ചെയ്ത് കൈ കാണിക്കുകയും ചെയ്യും. ആ എല്ലാവരും ലീഡേഴ്സാണ്. അനുവാദത്ര ഇതേവരെ വന്നിട്ടില്ല. ഫുൾ അവിടെ നിന്ന് മാറിയിട്ടില്ല. ഇതേവരെ വന്നിട്ടില്ല. ആള് ഈ പരിസരത്ത് വന്നിട്ടില്ല. ഇവരൊക്കെ ഒന്നും ഇറങ്ങി ഒരു കാര്യം കണ്ടു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സ്പീഡാക്കേണ്ടതാണ്. ആ ഗേറ്റിൻ്റെ അവിടെ അധികം തിക്കില്ലാണ്ടിരുന്നാൽ ആളുകൾക്ക് പെട്ടെന്ന് കടന്നു വരാൻ പറ്റും. ആ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് തിരക്ക് കുറച്ചാൽ മതി. നിന്നില്ല കയറി പിന്നെ കൊടുക്കണില്ല ക്ഷീണിച്ച് റഷീദ് അല്ല
എല്ലാം നിങ്ങള് ഒന്ന് സ്പീഡാവേണ്ടതാണ്. നിങ്ങൾ ആരും തിരക്ക് കൂട്ടണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. ഫോട്ടോ എടുത്തവര് ഒന്ന് സ്പീഡായിട്ട് മാറേണ്ടതാണ്. സ്വീകരിച്ചവർക്ക് കടന്നു പോകാനുള്ള വഴിയൊന്നും ഒരുക്കണം കേട്ടോ. വഴിയൊന്നും ഒരുക്കെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. ജോസഫ് ഒന്ന് അവിടെ നിന്ന് ഒതുക്കി നിൽക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഇറങ്ങാനുള്ള വഴി ബ്ലോക്ക് ചെയ്യരുത്. ഇറങ്ങാനുള്ള വഴി ബ്ലോക്ക് ചെയ്യരുത്. അന്നൊരു ഫോട്ടോ എടുത്താണ്, പിന്നെ ഇന്ന് CM ആയിട്ടൊരു ഫോട്ടോ എടുക്കാനുള്ള. തമ്പി മുഴങ്ങിൽ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കാൻ ഒന്നും കൂടി സ്പീഡ് ആവേണ്ടതുണ്ട്. ഒന്നുകൂടി സ്പീഡ് ആവണം. എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു.
ചുവർചിത്ര കലാകാരി ശ്രീമതി അനു. ഒന്നുകൂടി സ്പീഡാവേണ്ടതുണ്ട്, ഒന്നുകൂടി സ്പീഡാവുക. ഒരുപാട് പേര് ഇനിയും ക്യൂവിൽ നിൽക്കുകയാണ്. വാങ്ങിയിട്ട് പോകുള്ളൂ. ആരും തിരക്ക് പിടിക്കണ്ട, ആരും തിരക്ക് പിടിക്കണ്ട. എല്ലാ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് മുഖ്യമന്ത്രി വേദി വിട്ടിറങ്ങുന്നുള്ളൂ. എല്ലാവർക്കും സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. ബഹളം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. KMCA പറവൂരിന് വേണ്ടി സരീഷ് KS ഇപ്പോൾ സ്വീകരിക്കുന്നതാണ്. സരീഷ് KS.